ഫുഡ് കളറൊന്നും ചേർക്കാതെ നമ്മുടെ ശർക്കരയും ചവ്വരിയും മാത്രം ഉപയോഗിച്ച് തിരുനെൽവേലി ഹൽവയുടെ രുചിയോട് വളരെ അടുത്തൊരു ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ടെക്സ്ചറും ഗ്ലോസി ഫിനിഷിങ്ങും വായിൽ അലിഞ്ഞു പോകുന്ന രുചിയുള്ള ഈ ഹൽവ നമുക്ക് ഉണ്ടാക്കിയാലോ? ആദ്യമായി ഒരു 100 ഗ്രാം ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ള കളറിലുള്ള സാധനമാണ് കേട്ടോ ചവ്വരി. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് അറിയാത്തവർക്കായിട്ട് പറയാൻ കേട്ടോ, നമ്മുടെ കൊള്ളി കപ്പല്ലേ അതില്ലേ ടാപ്പിയോക്ക, അതിൻ്റെ സ്റ്റാർച്ച് എക്സ്ട്രാക്റ്റാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തിയാണ്. അതായത് നമ്മുടെ ഡൈജഷനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കൂടുതലുള്ള സംഭവമാണ്. ഇത് നമുക്കൊരു 3 മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇത് വെക്കാം കേട്ടോ, വെള്ളം ഒഴിച്ച് വെക്കാമേ. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കുതിർന്ന് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയാണ് കുതിർന്ന് വരുമ്പോൾ ഉണ്ടാവുക കേട്ടോ. നല്ല ബോള് പോലായിട്ടുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ കാണുന്ന ഒരു പഞ്ഞിയൊന്നും അല്ല, അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റിഫ് തന്നെയാണ്. അപ്പം നമുക്ക് 3 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ദോശ ഇഡ്ഡലി ബാറ്റർ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി വേണം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് അധികം വെള്ളവും ആവരുത്. അപ്പോൾ നമുക്കതാണ് ചവ്വരി നന്നായിട്ട് കുതിർത്ത് അരച്ചെടുത്തത്. പിന്നെ രണ്ടാമത് വേണ്ടത് ശർക്കര. നമുക്ക് ഇവിടെ കിട്ടിയത് കുറച്ച് കല്ല് പോലത്തെ ശർക്കരയാണ്. അപ്പോൾ അതൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബദാമും കാഷ്യൂനട്ടും പൊടിച്ചതാണ് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഇതൊന്ന് കൂടിപ്പോയി. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ നമുക്കൊരു പാൻ വെച്ച ശേഷം അത് ചൂടായതിന് ശേഷം ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിന് നെയ്യാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല മണമാണ് കേട്ടോ, നെയ്യൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി ഒരു ഹൽവയാണ്. അപ്പം നമുക്ക് ഈ ചവ്വരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് കേട്ടോ ഒരു കൺസിസ്റ്റൻസി. ദോശയല്ല ഇഡ്ഡലി അല്ല, ഒരു മീഡിയം സൈസിലുള്ള ബാറ്ററാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ. കുറുക്കാന്ന് പറയുമ്പോഴേ ഇതൊരു കണ്ണാടി ഗ്ലാസ് പോലെ ഒരു എന്താ പറയുക, ഒരു സെല്ലോ ടൈപ്പൊക്കെ പോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണേ, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിപ്പിക്കരുത്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണതാണ് ഏറ്റവും നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് എന്ന് പറയാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണ്, എന്നാൽ ഹെൽത്തിയാണ്. ഇതിപ്പോൾ ഒരു കണ്ണാടി ഗ്ലാസ് പോലെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് വരുന്നുണ്ടോയെന്നൊക്കെ നോക്കണേ. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ശർക്കര നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത്, നിങ്ങളുടെ അവിടെ പൊടിയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതിപ്പോൾ എനിക്ക് പൊടിച്ചെടുത്ത് ഞാൻ കുറേ അടിച്ച് നോക്കി, അടിച്ചും തല്ലിയൊന്നും ശരിയാവില്ല. അപ്പോൾ ഞാൻ ക്രഷറിലിട്ട് ക്രഷ് ചെയ്തപ്പോൾ ഇതിങ്ങനെയാണ് വന്നത്. പക്ഷേ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അത് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ശർക്കര 100 ഗ്രാം ചവ്വരിക്ക് ഞാനൊരു 1.5 കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുണ്ടാവുക. ഒരു വലിയ കട്ട ഞാൻ പൊടിച്ചതാണ്. നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ മധുരം കുറവായിട്ടിടാം, അല്ലെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 2 കപ്പ് ഇടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നെയ്യിലല്ലേ ഈ സംഭവം, നെയ്യും ഈ കാഷ്യൂനട്ട് ബദാം അതായത് ഡ്രൈ നട്ട്സൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം നോക്കിയാൽ നമ്മുടെ ശർക്കരയും ചവ്വരിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ നേരത്തെ പൊടിച്ച് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കണം നമ്മുടെ ഡ്രൈ നട്ട്സും കൂടി, അതായത് കാഷ്യൂനട്ടും ബദാമും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല മണവും രുചിയുള്ള നമ്മുടെ തിരുനെൽവേലി ഹൽവയുടെ അതേ രുചിയുള്ള, പക്ഷേ നമ്മൾ കളേഴ്സൊന്നും ചേർക്കാതെ, ഫുഡ് കളറൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള ഒരു ചവ്വരി ഹൽവ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ചവ്വരി ഹൽവയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഐറ്റമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയ ശേഷം ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തി, ഇങ്ങനെ നല്ല രസമല്ലേ കാണാനായിട്ട്, ചൂടാറാനായിട്ട് ഇതിലേക്ക് പകർത്തിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ബൗളിൽ നമുക്ക് സ്പൂൺ വെച്ച് എടുത്തിട്ട് കഴിക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഹൽവയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ. കാരണം ഇതിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചവ്വരി ഉണ്ടായിരുന്നു, ശർക്കര ഉണ്ടായിരുന്നു, നെയ്യ് ഉണ്ടായിരുന്നു, പിന്നെ കാഷ്യൂനട്ടും ബദാമും. ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് അമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് മെസ്സേജായിട്ട് അയച്ചോളൂ കേട്ടോ.
അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി മാത്രം താങ്ക്